ചിലര് ശരിയാകണമെങ്കിൽ ചിലര് വരണം. സ്തോത്രം. അപ്പനും അമ്മയ്ക്കും കീഴ്പ്പെടാനെ അനുസരിക്കാതെ തന്നിഷ്ടപ്രകാരം വളരുന്ന പെൺപിള്ളേരുണ്ട്. ഉദാഹരണമാണ്, അവരെ കെട്ടിച്ച് ഒരു വീട്ടിൽ വിടുമ്പോൾ അവിടെ നല്ല ജഗജില്ലി ഒരു അമ്മായിയമ്മ കാണും. ഇവിടെ നല്ല സൂചുമനെ നിർത്തും. ഇവിടെ അപ്പനെ അമ്മയെ അത്ര വലിയ ബഹുമാനം കൊടുക്കാതെ ജീവിച്ചത്. അവിടെ ചെല്ലുമ്പോൾ മറ്റേ തള്ള ഇവളെ സൂചുമനെ നിർത്തും. എന്നിട്ട് ഇവള് വന്ന് ഇവിടെ അവിടുത്തെ അമ്മച്ചിക്ക് പോരാട്ടം വന്നുവല്ല, നീ ശരിയാകാൻ ദൈവം ആ തള്ളയെ വെച്ചിരിക്കുന്ന ഈയിടെ എങ്ങും ചാകുകയില്ല. അങ്ങനെ ഒരു പ്രതീക്ഷയ്ക്ക് അവർക്ക് ശ്വാസം മുട്ടലൊക്കെ ഉണ്ട്, പക്ഷേ ഇപ്പോഴൊന്നും ചാകുകയില്ല. ദൈവം അതെല്ലാം ക്രമീകരിച്ച് വെച്ചിരിക്കുക. ചില സഭകളിൽ ഉപദേശമാരെ വിറപ്പിക്കുന്ന ചില അച്ചായന്മാരുണ്ട്. പാസ്റ്റർ കമ്മിറ്റിയിലൊക്കെ കമ്മിറ്റി ആയിരിക്കും, ചിലപ്പോൾ സെക്രട്ടറിയോ ട്രഷറൊക്കെ ആയിരിക്കും. പാസ്റ്റർമാരെ കിടുകിട വിറപ്പിക്കും. പാസ്റ്റർക്ക് എന്നെ അറിയത്തില്ല, ഞാൻ ആരാന്നറിയാം, ഇവിടെ ഇരുന്ന പാസ്റ്റർമാരൊക്കെ എന്നോട് ചോദിക്കാതൊന്നും ചെയ്യത്തില്ല, ഞാൻ അപ്പടിയായി പിടിയാ. നേരത്തെ ഇരുന്ന പാസ്റ്ററോട് ചോദിക്കണം, പുള്ളി കണ്ടം വഴിയാ ഓടിയത്, പുള്ളിയുടെ അരകല്ലും പിള്ള ഇപ്പോഴും ഇവിടെ എടുക്കാൻ മറന്ന് എന്നെ ഒന്ന് ചോദിച്ചു നോക്കണം ഞാൻ ആരാണെന്ന്. അങ്ങനെയൊക്കെ ഉപദേശമാരെ കിടുകിട വിറപ്പിക്കുന്ന അച്ചായന്മാരും ചില ഇടങ്ങളിൽ ഉണ്ട്. പക്ഷെ അവർ വീട്ടിൽ ചെന്ന പഞ്ചപുച്ച അമ്മാമ്മ ചൂണ്ടുമരില്ല നിർത്തിയേക്കുന്നത്, അനങ്ങാൻ അനുവദിക്കുകയല്ല. മോളി എന്നാ ഉണ്ടോ അനങ്ങ്. ചിലരെ ഒതുക്കാൻ ചില വിഷയങ്ങൾ ദൈവം ചെയ്യും.